ഇന്ന് രാവിലെ തന്നെ മാനന്തവാടിക്ക് ഒരു ഓട്ടം കിട്ടി. മാനന്തവാടി ഗാന്ധി പാർക്കിൽ പാസഞ്ചർ ഇറക്കി നേരെ വടേരി ശിവക്ഷേത്രത്തിലേക്ക് വന്നു. ഇവിടുന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയ ശേഷം ഒരു വീഡിയോ എടുത്തു. ഇനി പ്രസാദമൊക്കെ തൊട്ടതിന് ശേഷം നേരെ ടൗണിലേക്കാണ്. ഏകദേശം 7 മണിയോടുകൂടി ആയിട്ടുണ്ട്. ടൗണിന്ന് ചുറ്റി കാണാം. ഓട്ടോ സ്റ്റാൻഡിൽ ഇപ്പോൾ കൊണ്ടിട്ടൊരു കാര്യമൊന്നുമില്ല, വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരു 8-8:30 9 മണിയോടുകൂടിയാണ് അത്യാവശ്യം പണിയാവുള്ളൂ. അപ്പോൾ മാനന്തവാടി ടൗണിലേക്ക് ഇതിലേക്കൊന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടങ്ങ് വരാം. എൻ്റെ ഓട്ടോറിക്ഷേൻ്റെ പുറകെ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ടേ. ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറിയിട്ടുണ്ട്. ഏതാ ബസ് നോക്കാം. KJ ട്രാവൽസ്, കൽപ്പറ്റ പനമരം മാനന്തവാടി കൊയിലേരി റൂട്ടാട്ടോ. ഏകദേശം മാനന്തവാടി കൊയിലേരി റൂട്ടിൽ നിന്ന് ഞാൻ ഗാന്ധി പാർക്കിലേക്കും പോയി, ആ ബസ് സ്റ്റാൻഡിലേക്കും പോയി. ഞാൻ ഒരുപാട് നാൾ ബസ്സിൽ പണിയെടുത്തൊരു ഇതുകൊണ്ട് രാവിലെ എണീച്ച് വണ്ടിയെല്ലാം തുടച്ച് ബസ് ഇങ്ങനെ കാണുമ്പോൾ അത് ഓർമ്മ വരും. ടൗണിന്ന് ചുറ്റി കാണാം. കുറച്ച് മുല്ലപ്പൂ മേടിക്കാം. അങ്ങനെ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി അങ്ങേ സൈഡ് ഫുള്ള് ബസ് ഇട്ടേക്കുക. അപ്പോൾ കറങ്ങി വരണം. ആ സർക്കിൾ ഇങ്ങനെ കറങ്ങിയിട്ട് വേണം മുല്ലപ്പൂ മേടിക്കാൻ. ബസ്സിൻ്റെ വെഹിക്കിൾ തന്നെ വെക്കണം. ഗാന്ധി പാർക്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ പണിക്ക് പോകാൻ വേണ്ടി പണിക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ഓട്ടോറിക്ഷയ്ക്കൊന്നും വലിയ പണിയൊന്നുമില്ല പണ്ടത്തെ പോലെയൊന്നും. നമ്മളെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണിപ്പോൾ. കാരണം എണ്ണയ്ക്ക് വില കൂടി, എല്ലാവിധ സാധനങ്ങൾക്കും വില കൂടി. അങ്ങനെ മുല്ലപ്പൂ മേടിച്ചിന് 30 രൂപേൻ്റെ മുല്ലപ്പൂ മേടിച്ച് വണ്ടി ചാർത്തി. ഇനി ജോസ് തിയേറ്റർ വഴി ഗാന്ധി പാർക്കിൽ നിന്ന് വിട്ടു പോവാണ്. നേരെ എരുമത്തൂര് പോകണം, ഒരു ചായ കുടിക്കണം. അങ്ങനെ ചായക്കടയിലെത്തിയിട്ടുണ്ട്. ഒരു കാലി ചായ കുടിക്കാൻ തീരുമാനിച്ചു. മധുരം ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കാലി ചായ എന്ന് പറഞ്ഞത്. ചായക്കടേൻ്റെ ഓപ്പോസിറ്റാണ് വണ്ടി വെച്ച്. വണ്ടി നോക്കിയിരുന്ന് ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് ഓട്ടോ സ്റ്റാൻഡിലെത്തിന്. അമ്പൂത്തിക്കാണ് ഓട്ടം കിട്ടിയത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണീൻ്റെ കടയിൽ കയറി ഒരു ചായയെ കുറിച്ച് കുറച്ച് നേരം ഡയലോഗ് അടിച്ചിട്ടാണ് പോക്ക്. അങ്ങനെ അവിടെ നിന്ന് വേറൊരു ഓട്ടം കിട്ടി പടച്ചിക്കുന്നിലേക്ക്. നേരെ സ്റ്റാൻഡിലേക്ക് എത്തി കുറച്ച് നേരം കറങ്ങി നിന്നപ്പോഴാണ് തിരുനെല്ലി അമ്പലത്തിലേക്കൊരു ഓട്ടം കിട്ടിയത്. അങ്ങനെ ഇതാ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇൻ്റർലോക്കൊക്കെ കടന്നിങ്ങനെ പോവുകയാണ്. അതായത് അമ്പലത്തിൻ്റെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വേക്കുവശത്താണ് ഞാനുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ് കണ്ടോ? ഈ ബിൽഡിങ് 10-25 കൊല്ലമായിട്ട് ഇതിങ്ങനെ നശിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇത് ആരതാണെന്ന് അറിയണ്ടേ? DTPCൻ്റെയാണ് ഈ ബിൽഡിങ് കേട്ടോ. ഇത് നശിച്ച് പോവുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ആ ബിൽഡിങ്. അത് അങ്ങനെ കിടക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുനെല്ലി പഞ്ചായത്തിൻ്റെ സ്ഥലവും DTPCൻ്റെ ബിൽഡിങ്ങുമാണ്. അതുകൊണ്ട് അതിന് പെർമിഷൻ കിട്ടില്ല, പഞ്ചായത്ത് ഒരു പെർമിഷൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതങ്ങനെ കിടക്കുന്നത്. നശിച്ച് നാരായണ കല്ല് പിടിക്കുകയാണ്. ഇതാ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കൊന്ന് പോവാം. ഇവിടെ വന്ന് നോക്കുമ്പോൾ തിരക്കുണ്ട്. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു, 6:30 ആയിട്ടുണ്ട്. നല്ല ഇരുട്ടായി വരുന്നുണ്ട്, വെട്ടമൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരുപാട് തീർത്ഥാടന ബസ്സുകൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന ജനങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. തിരുനെല്ലി അമ്പലത്തിൻ്റെ മുറ്റത്തുനിന്ന് വിട്ടു പോവുകയാണ്. നേരെ കാട്ടിക്കുളത്തേക്കാണ്. ഇവിടം വരെ വന്നിട്ട് എങ്ങനെയാണ് തിരുനെല്ലി അമ്പലത്തിൻ്റെ മുറ്റം വരെ വന്നിട്ട് ഈ നടേൻ്റെ അവിടെ നിന്നൊന്ന് തൊഴുതില്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെ വന്നതാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം അമ്പലത്തിലേക്ക് വരാൻ സാധിച്ചു, എനിക്ക് സന്തോഷം.
അങ്ങനെ ഇവിടുന്ന് നേരെ വിടുവാണ്. നെട്ര പാലം വഴി ഹൈവേയിലൂടെയാണ് പോകുന്നത്. തിരുനെല്ലി പഞ്ചായത്തിൻ്റെ സ്വന്തം ഹൈവേയിലൂടെ.